സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഈ അരുന്ധതി ആണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ബോഡി കാണാനായിട്ട് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. പ്രഭാവതിക്കും നന്ദനാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ദേവികാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. മേളിൽ ചെല്ലുന്ന അരുന്ധതി കാണുന്നത് ആ രാധാമണിയെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതാണ്. ആ സമയത്ത് അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി രാധാമണി കൊല്ലാൻ ശ്രമിച്ചു എന്ന് മനസ്സിലായിട്ട് കെട്ടിയിട്ടതായിരിക്കും. എന്തായാലും സിദ്ധാർത്ഥൻ്റെ ബോഡി ഇവിടെ കാണുന്നില്ലല്ലോ, സിദ്ധാർത്ഥന് ഇതെവിടെ പോയിരിക്കും, താഴേക്ക് പോകാമെന്ന് പറഞ്ഞു ഓടി താഴേക്ക് വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ ബോഡി അവിടെയെങ്കിലും കാണുന്നില്ല എന്ന്. അത് കേട്ടതും പ്രഭാവതി ആകെ ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞത്, സിദ്ധുവിൻ്റെ ബോഡി കാണുന്നില്ല എന്നോ? അതിന് സിദ്ധുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അവരാകെ ഒന്ന് സ്റ്റക്കാവുന്നുണ്ടെങ്കിലും പ്രഭാവതിയോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു, ആരോ സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയെന്ന്. ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് മേഡം പറയണത്, അച്ഛന് മുകളിലുണ്ടായിരുന്നല്ലോ, അച്ഛനൊരു കുഴപ്പമില്ലല്ലോ, എന്താ ദേവി ഇവർ പറയണേന്ന് ചോദിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ദേവിക എൻ്റെ വീട്ടിൽ തന്നെ അന്വേഷിച്ച് വന്നത് സിദ്ധാർത്ഥൻ മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സിദ്ധാർത്ഥനെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന്. അത് കേട്ടതും പ്രഭാവതി ഭയങ്കര കരച്ചിലോടുകൂടി ഇങ്ങനെ ഓടാൻ പോണ സമയത്ത് നന്ദൻ ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ദേവി കേൾക്കണേ, എന്താ ഇവിടെ സംഭവിച്ചത്, അച്ഛൻ എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ച് നന്ദും ഇങ്ങനെ ബഹളം വയ്ക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദു ഒന്ന് സമാധാനപ്പെട്, എല്ലാം ഞാൻ പറയാമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തിനാ എല്ലാവരോട് കിടന്ന് ബഹളം വയ്ക്കണേന്ന് ചോദിക്കുമ്പം നമ്മളുടെ പ്രഭാവതിയും അതുപോലെ നന്ദനും അരുന്ധതിയും എല്ലാവരും ഞെട്ടിത്തെരിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ അവിടെ നിൽക്കണുണ്ടതും പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങുമ്പം ദേവിക പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിൽക്കുക, ഇപ്പം അമ്മ അങ്ങോട്ട് പോകണ്ടെന്ന്. അതെന്താന്ന് ചോദിക്കുമ്പം അത് വേറെ ഒന്നുമല്ല അമ്മേ, അവിടെ ആ രാധാമണിയെ ഞങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ടെന്ന്. അത് കേട്ടതും നമ്മളുടെ അരുന്ധതിക്ക് സംശയം തോന്നുന്നുണ്ട്, ഈ ദേവിക മനഃപൂർവ്വം അരുന്ധതിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ എന്ന്. കാരണം സിദ്ധാർത്ഥനെ ആരോ വെട്ടി കൊന്നൊന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ദേവിക അരുന്ധതിയെ വിളിച്ചുകൊണ്ട് വന്നത്. സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിൽക്കണമുണ്ട്, രാധാമണീനെ ആണെങ്കിൽ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ അരുന്ധതി സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അരുന്ധതി മേഡത്തിന് ഒന്നും മനസ്സിലായി കാണൂല അല്ലേ, അതോ മനസ്സിലായില്ല എന്ന് അഭിനയിക്കണയാണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, സിദ്ധാർത്ഥ നിങ്ങൾ എന്തൊക്കെയായി പറയണേ, നിങ്ങൾക്ക് വെട്ടുകൊണ്ടുവെന്ന് പറഞ്ഞ് ദേവിക വന്ന് വിളിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം അത് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ നിൽക്കുകയല്ലായിരുന്നോ എന്നെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേൾക്കാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ തന്നെ നിങ്ങൾ ഓടി വന്നല്ലോ എൻ്റെ ബോഡി കാണാനായിട്ട്. മേളിൽ വന്നിട്ട് എൻ്റെ ബോഡി കാണാണ്ടായപ്പോൾ നിങ്ങൾക്ക് ആകെ പരിഭ്രമമായി എന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഞാൻ മരിച്ചിട്ടില്ല എന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് സന്തോഷമായി, സാറിനൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ ആകെ പേടിച്ചാൽ വന്നതെന്ന് പറയുമ്പോൾ നിങ്ങളങ്ങനെ പേടിക്കണേ എന്തിനാ, നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ലേ, അത് സംഭവിക്കാത്തതിൻ്റെ വിഷമം ഉണ്ടാവും നിങ്ങൾക്കെന്ന്. ആ സമയം പ്രഭാവതി നന്ദനും ചോദിക്കുന്നുണ്ട്, അച്ഛന് ഇത് എന്തൊക്കെയാണ് പറയണേ അച്ഛാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം, എന്തായാലും പോലീസ് ഇപ്പോൾ വരും, അതിനു മുമ്പ് നിങ്ങൾ ആ ഡോർ അങ്ങോട്ട് ലോക്ക് ചെയ്തേരെ, ഇവരൊരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാൻ പാടില്ല എന്ന്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, സിദ്ധു എന്തൊക്കെയാണ് സിദ്ധു ഇവിടെ നടക്കണേ, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഞാൻ പറയാമേ. ആ സമയത്ത് പ്രഭാവതി ഓടിച്ചെന്ന് ദേവികയുടെ കയ്യെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ ഇവിടെ സംഭവിച്ചത്, ഞങ്ങൾ പോണത് വരെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ, ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അമ്മയും നന്ദു ഇവിടുന്ന് പോയതിന് ശേഷം അച്ഛൻ മേളിൽ ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി ഞാൻ അച്ഛനെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കാൻ നിന്നതാണ്. ഞാനങ്ങനെ സ്റ്റെപ്പ് കയറി ചെല്ലണ സമയത്താണ് അച്ഛൻ അവിടെ നിന്ന് ഫോൺ ചെയ്യണം ഞാൻ കാണണേ. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലണ സമയത്ത് അപ്പുറവശത്തു കൂടി ഈ രാധാമണി ഒരു വാക്കത്തെയും കൈ പിടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ വേഗം തന്നെ നോക്കുമ്പം അവർ അച്ഛനെ വെട്ടാനുള്ള ശ്രമമായിരുന്നു. ഞാൻ വേഗം തന്നെ അച്ഛാന്നും പറഞ്ഞ് വിളിച്ചതും അച്ഛൻ പെട്ടെന്ന് തന്നെ വെട്ടി മാറി. അതുകൊണ്ട് അച്ഛൻ്റെ ദേഹത്ത് വെട്ടേറ്റില്ല. പിന്നീട് ഞാനും അച്ഛനും കൂടി അവരെ ഒരുപാട് ബലം പിടിച്ച് ആ തൂണിൽ കെട്ടിയിട്ടത്. അതിനുശേഷം ഞങ്ങൾ അവരോട് ചോദിച്ചു എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പം ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല. പിന്നീട് ഞങ്ങൾ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പം അവർ പേടിച്ചിട്ട് സത്യങ്ങളെല്ലാം പറഞ്ഞു. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, അവരെന്ത് സത്യമാണ് പറഞ്ഞാൽ അവരിത് ഏൽപ്പിച്ചത് ആരാന്ന് ചോദിക്കുമ്പം അവർ സത്യങ്ങൾ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ മേഡം എന്തിനാ ഇങ്ങനെ പേടിക്കണേ, ഇനിയിപ്പോൾ അവരെ പറഞ്ഞു വിട്ടത് മേഡം എങ്ങാനും ആണോ എന്ന് ചോദിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ എന്താ ദേവിക ഇങ്ങനെയൊക്കെ സംസാരിക്കണേ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ദേവികയ്ക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോയെന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട്, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്തായാലും അത് ചെയ്തത് ആരാന്നുള്ളതും അത് ചെയ്യിപ്പിച്ചത് ആരാന്നുള്ളതും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അച്ഛനും കൂടിയും താഴേക്ക് വരട്ടെ, എന്നിട്ട് പോലീസും വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാമെന്ന്. സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവർ ആരയച്ചതാന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ശരിക്കും അവർ നന്ദൻ്റെ കാറിൻ്റെ മുന്നിൽ വീണത് മനഃപൂർവ്വം തന്നെ വന്ന് വീണതാണ്, നമ്മളുടെ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട്. അത് വേറൊന്നിനുമല്ല, നമ്മളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരിങ്ങോട്ട് വന്നത്. അതിന് പറഞ്ഞു വിട്ട ആളെയും എനിക്കറിയാം.
അതും പറഞ്ഞാൽ നമ്മളുടെ ദേവികയാണെങ്കിൽ ഈ രാധാമണിയെ പിടിച്ച് കെട്ടിയിട്ട് ചോദ്യം ചെയ്യുമ്പം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രഭാവതിയോട് പറയുന്നുണ്ട്. നമ്മളുടെ അരുന്ധതിയാണ് പറഞ്ഞു വിട്ടതെന്നും തലേ ദിവസം ഗ്യാസ് ലീക്കായത് അരുന്ധതി പറഞ്ഞത് പ്രകാരം രാധാമണി തുറന്നു വിട്ടതാണെന്നും ഭാർഗവി ആൻ്റി വന്നതുകൊണ്ട് മാത്രം അമ്മ രക്ഷപ്പെട്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രഭാവതിയോട് പറയാനുണ്ട്. അത് കേട്ടതും പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട്, അത് കൊള്ളാം, എന്തായാലും നേർക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ നീ വേറെ ആളെ പറഞ്ഞു വിട്ടത്? ഞാൻ നിന്നോട് ശത്രുത തീർത്തത് നേരെ നിന്ന, അല്ലാതെ ഒളിച്ചു നിന്നിട്ടല്ല. നിനക്ക് ധൈര്യമുള്ളവളാണ്, ഇനി നേരെ വാടി, അല്ലാതെ ഇതുപോലെയുള്ള ചതിയല്ല ചെയ്യേണ്ടത്. എന്തായാലും സിദ്ധുവിൻ്റെ ജീവനെടുക്കാൻ തുടങ്ങിയാൽ നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്ന്. അത് കേട്ടതും നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാവുന്നുണ്ട്. വേഗം തന്നെ അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി നീ എന്തൊക്കെ അനാവശ്യമാണ് പറയണത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ഈ രാധാമണിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ലാന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നിങ്ങൾ കാണാഞ്ഞിട്ടാണോ രാധാമണി ഇവിടെ വന്ന് താമസിച്ചതും സിദ്ധുവിനെ കൊല്ലാൻ തുടങ്ങിയതെന്ന് വയ്ക്കുമ്പോൾ, അതിന് രാധാമണിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഞാനല്ലല്ലോ, പ്രഭാവതിയും ദേവികയല്ലേ, ഞാൻ പറഞ്ഞു വിട്ടിട്ടല്ലല്ലോ രാധാമണി ഇങ്ങോട്ട് വന്നേന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, മേഡം ഇനി കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, മേഡത്തിനെതിരെയുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണേന്ന് ചോദിക്കുമ്പം, മേഡത്തിന് രാധാമണി പല പ്രാവശ്യവും ഫോൺ ചെയ്തതിൻ്റെ കോൾ ഹിസ്റ്ററി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളതിൻ്റെ വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്, പോലീസ് പറഞ്ഞ താമസമേ ഉള്ളൂ, മേഡത്തിനെയും രാധാമണിയെയും ഞങ്ങൾ പോലീസിന് കൈമാറുന്നു. ഈ സമയത്ത് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ പിന്നെ ഒന്നും മറുപടി പറയാനില്ല. അന്നേരം സിദ്ധാർത്ഥൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറയണോ അരുന്ധതി മേഡം, പ്രഭ അന്ന് പോലീസ് സ്റ്റേഷനിൽ കുറ്റമേറ്റ് പറഞ്ഞ് കീഴടങ്ങാൻ ചെന്നപ്പോൾ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല, എന്നിട്ട് നിങ്ങൾ പ്രഭയെ വെല്ലുവിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന്. എന്തായാലും എന്നെ ആദ്യം കൊല്ലാൻ തോന്നിയത് നന്നായി, പ്രഭയെ അറിഞ്ഞെങ്കിൽ പ്രഭ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു, എന്നെ ആയതുകൊണ്ട് എനിക്ക് അവരിൽ നിന്നും മാറാൻ പറ്റി, ഇല്ലെങ്കിൽ അവരെന്നെ വെട്ടി വീഴ്ത്തിയേനേന്ന്. ഈ സമയത്ത് നമ്മളുടെ നന്ദനാണ് ഈ ഫോൺ എടുത്ത് ഈ ഗിരീഷിനെ വിളിക്കുന്നുണ്ട്. ഗിരീഷൻ ഫോൺ എടുത്തു, എന്താ നന്ദു ഈ സമയത്തൊന്ന് ചോദിക്കുമ്പം, ഗിരീഷേട്ടന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ ഒന്ന് വന്നം, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, അവിടെ എന്ത് പ്രശ്നം, ഇപ്പോൾ ദേവികയും മേഡമൊക്കെ ആയിട്ട് നല്ല രീതിയിലായില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഇത് അമ്മയും ദേവിയും തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല, ആ അരുന്ധതി മേഡം ഇല്ലേ, അരുന്ധതി മേഡം അച്ഛനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരാളെ ഇങ്ങോട്ട് അയച്ചിരുന്നു, അതാരെ അങ്ങനെ ഒരാളെ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ, അത് വേറെ ആരുമല്ല, നമ്മളിവിടെ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ രാധാമണി എന്നും പറഞ്ഞ്, അവർക്ക് ആരും ഇല്ലയെന്നും പറഞ്ഞ് സഹതാപം തോന്നിയിട്ടാലോ അമ്മയും ദേവികയും കൂടി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, അത് അരുന്ധതി മേഡത്തിൻ്റെ ആളായിരുന്നു. അവരിവിടെ ഈ ഒരു നാടകം കളിച്ച് വന്നത് തന്നെ അച്ഛനെയും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഗിരീഷൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നന്ദായി പറയണേ, ആ പ്രായമായ സ്ത്രീ എങ്ങനെയാണ് അച്ഛനെയും മേഡത്തെയും കൊല്ലാൻ നോക്കണേന്ന് ചോദിക്കുമ്പം, അത് ഗിരീഷേട്ടൻ്റെ സംശയം ശരിയാ, അത് ഗിരീഷേട്ടന് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ആ സംശയം. പക്ഷേ ഇന്നലെ അമ്മ അടുപ്പ് കത്തിക്കാനായിട്ട് അടുക്കളയിൽ ചെന്ന സമയത്ത് അവിടെ ഗ്യാസ് തുറന്നിട്ടിരിക്കുമായിരുന്നു. അമ്മ വിചാരിച്ചത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. പക്ഷേ ഇപ്പം എല്ലാം കൂട്ടി വായിക്കുമ്പം ഇവർ തന്നെയാണോ ഗ്യാസ് തുറന്നു വിട്ടതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ദേവികയും അച്ഛനും അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെയാണെന്നാണ് പറഞ്ഞത്. പായത്തിന് ആ സമയത്ത് ഭാർഗവി ആൻ്റി വന്നു, അതുകൊണ്ട് അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത്, അല്ലെങ്കിൽ അമ്മ ഇന്നലെ തന്നെ മരിക്കേണ്ടതായിരുന്നു. ഇത് കേട്ടതും ഗിരീഷൻ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്നാലും അത്രയും പ്രായമായ സ്ത്രീക്ക് ഇങ്ങനെ ഒരു മനസ്സൊക്കെ ഉണ്ടാവുമോ നന്ദ? എന്തായാലും അവർ കരുതി കൂട്ടി തന്നെയല്ലേ ഇപ്പോൾ നന്ദൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് വീണതും മനഃപൂർവ്വം തന്നെ അവർ ചന്ദ്രോത്തേക്ക് വന്നതും. ഇതൊന്നും അറിയാതെ നമ്മൾ അവരെ സ്വീകരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദാന്ന് ചോദിക്കുമ്പോൾ വേറൊന്നും ചെയ്യാനില്ല. എന്തായാലും അരുന്ധതി മേഡം ഇപ്പോൾ ഇവിടെയുണ്ട്, അച്ഛൻ പോലീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാർ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. ഭാഗ്യം കൊണ്ട് അച്ഛൻ്റെ ജീവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവർ വെട്ടാനൊരുങ്ങിയതും ദേവിക കണ്ടതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. ഗിരീഷേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, കൂടെ ഉള്ള ചാനലുകാരെയൊക്കെ വിളിച്ചോന്ന്. ഇത് കേട്ടതും അരുന്ധതിയാണെങ്കിൽ ആകെ നിന്ന് വേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുടുങ്ങിയെന്ന് തന്നെ അരുന്ധതിക്ക് മനസ്സിലായി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ അരുന്ധതി ഫോൺ എടുത്ത് വിളിക്കാമെന്ന് വിചാരിക്കുമ്പം ഫോൺ വണ്ടിയിൽ വെച്ചിട്ടാണ് അരുന്ധതി ഇറങ്ങി വന്നത്. ഫോണാണെങ്കിൽ കയ്യിലില്ല. കാരണം സിദ്ധാർത്ഥൻ മരിച്ചു കിടക്കുന്ന ആ രംഗം കാണാനുള്ള ആകാംക്ഷ കൊണ്ട് ഫോണൊന്നും എടുക്കാതെ തന്നെയാണ് അരുന്ധതി ഓടിക്കയറി വന്നത്. അങ്ങനെ അരുന്ധതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മളുടെ ഗിരീഷൻ വരുന്നത്. ഗിരീഷിനെ കണ്ടതും അരുന്ധതിയാണെങ്കിൽ നാണം കെട്ട് തല കുനിക്കുന്നുണ്ട്. എന്നിട്ട് ഗിരീഷൻ വന്നിട്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡം എന്തിനാണ് ഇതുപോലത്തെ വൃത്തികെട്ട കളികളൊക്കെ കളിക്കണേ? പ്രഭാവതി മേഡത്തിൻ്റെ മകനോട് ചെയ്ത തെറ്റിന് സ്റ്റേഷനിൽ ചെന്ന് കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായതല്ലേ? അപ്പോൾ മേഡം അല്ലേ പറഞ്ഞത് മേഡത്തിന് കംപ്ലൈൻ്റ് ഒന്നുമില്ലയെന്നും പറഞ്ഞ് പോലീസിൽ എഴുതി കൊടുത്തിട്ടല്ലേ പ്രഭാവതി മേഡത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. പിന്നീട് വീണ്ടും എന്തിനാ സിദ്ധാർത്ഥ സാറിൻ്റെയും പ്രഭാവതി മേഡത്തിൻ്റെയും പുറകെ മേഡം കൂടിയേക്കണേന്ന്. ആ സമയത്ത് അരുന്ധതിയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. ആ സമയം ഗിരീഷൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇത് വെറുതെ വിടാനൊന്നും പറ്റില്ല. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ആ ഋഷി മേഡത്തെ അപായപ്പെടുത്താൻ നോക്കി. ഒരു പ്രാവശ്യം തട്ടിക്കൊണ്ടുപോയി, ഒരു പ്രാവശ്യം വീട്ടിൽ കയറി കൊല്ലാൻ നോക്കി.
അതിന് ഞങ്ങൾ കേസാക്കാനൊന്നും നിന്നില്ല. കാരണം പ്രഭാവതി മേഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ. ആ തെറ്റിന് പ്രായശ്ചിത്തം ഇങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഋഷിയെ പോലീസിൽ ഏൽപ്പിക്കാതിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല മേഡം. മേഡത്തെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വരും. ഇനിയിപ്പോൾ മേഡം കുറേ നാൾ ജയിലിൽ കിടക്കുന്നു. അത് കേട്ടതും അരുന്ധതിയാണെങ്കിൽ ആകെ ഇങ്ങനെ കലി പൂണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.